സ്നേഹജ്വാലയാണ് എന്നിൽ കാണും ചൈതന്യം സനാതനം. സനാതനമായ ചൈതന്യം, കാലമാകുന്ന അശ്വം വായുമ്പോൾ സനാതനമായ ചൈതന്യം എന്ന് പറയുന്നത് സ്നേഹമാണ് എന്ന് ഉറപ്പിച്ച് കേരളീയരോട് പറഞ്ഞ കവിയായിരുന്നു വയലാർ രാമവർമ്മ. മലയാളികളുടെ സ്വപ്നങ്ങളുടെ, പ്രതീക്ഷകളുടെ, സൗന്ദര്യ സങ്കല്പങ്ങളുടെ, പ്രണയ കാമനകളുടെ, വിപ്ലവ ചോദനകളുടെ ഒക്കെ തന്നെ ഉയർപ്പായിരുന്നു വയലാർ. അതുകൊണ്ട് തന്നെ വയലാർ രാമവർമ്മയെ നമ്മൾ ഒറ്റ വാക്കിൽ സൂചിപ്പിക്കണമെങ്കിൽ മലയാള കാവ്യ നഭസിലെ വജ്ര നക്ഷത്രമായിരുന്നു വയലാർ എന്നുള്ളതാണ്. നിരീശ്വരവാദിയായിരുന്ന ഒരു കവിയായിരുന്നു വയലാർ. നിരീശ്വരവാദിയായ കവിയായിരിക്കുമ്പോഴും ഏറ്റവും അധികം ഭക്തിഗാനങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച കവി കൂടിയായിരുന്നു വയലാർ. വയലാറിന്റെ ഒരു പ്രസംഗം നമുക്ക് യൂട്യൂബിനകത്തൊക്കെ കേൾക്കാൻ സാധിക്കും. ആ പ്രസംഗത്തിൽ വയലാർ തന്നെ സംസാരിക്കുന്നതാണ്. ആ പ്രസംഗം KJ യേശുദാസിനെ ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു പ്രസംഗമാണ്. ഗുരുവായൂർ അമ്പലങ്ങളിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപകുമാരനെ കാണും എന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും പ്രശസ്തമായ ഗാനം വയലാർ എഴുതുകയും ആ ഗാനം പാടുകയും ചെയ്തത് KJ യേശുദാസാണ്. പക്ഷേ KJ യേശുദാസിന് ആ അമ്പലത്തിനകത്ത് പ്രവേശിക്കാനുള്ള, ശ്രീകോവിലിനകത്ത് പ്രവേശിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അതിനെതിരെ വളരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയും ആ അമ്പലത്തിന് മുന്നിൽ ഒരു സത്യാഗ്രഹം നടത്തും എന്ന് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു വയലാർ രാമവർമ്മ. അതേ വയലാർ രാമവർമ്മയുടെ ജീവിതത്തെ കുറിച്ച് അടയാളപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരിക്കൽ വയലാർ രാമവർമ്മയുടെ കുടുംബത്തിന് ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെന്ന് അതിയായ ആഗ്രഹമില്ല. വയലാർ അമ്പലത്തിൽ പോകുന്ന ഒരാളല്ല, അമ്പലത്തിനകത്ത് പ്രവേശിക്കുന്ന ഒരാളല്ല. പക്ഷേ കുടുംബാംഗങ്ങളുടെ ആ ഒരു സാന്നിധ്യം, അവരുടെ ആഗ്രഹത്തിന് വഴങ്ങി വയലാർ ഇവരെയും കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിനകത്ത് പോവുകയും അദ്ദേഹം പുറത്തു നിന്നിട്ട് ഇവരൊക്കെ തന്നെ, അദ്ദേഹത്തിന്റെ ഭാര്യയും മറ്റു ബന്ധുക്കളും ഒക്കെ ഗുരുവായൂർ അമ്പലത്തിനകത്തേക്ക് കടക്കുക. വയലാർ പുറത്തു നിന്നിട്ട് ഒരു സിഗരറ്റ് എടുത്ത് കത്തിക്കുകയാണ്. വയലാർ സിഗരറ്റ് പകുതി വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ആൾ വന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് സിഗരറ്റ് വലിക്കാൻ പാടില്ല, ഇത് അമ്പലം തന്നെയാണ്, നിങ്ങൾ സിഗരറ്റ് കളയാൻ വേണ്ടി പറഞ്ഞു. വയലാർ വളരെ അനുസരണയോടുകൂടി ആ സിഗരറ്റ് താഴെ ഇട്ട് ചവിട്ടി അരച്ചിട്ട് വയലാർ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. അപ്പൊ ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊക്കെ പറഞ്ഞത് ഇത് അമ്പലം തടയാണ്, ഈ അമ്പലം തടയിലൊന്നും സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന്. അതിന് വയലാർ കൊടുത്ത മറുപടി, ഞാൻ ഗുരുവായൂരപ്പന്റെ അമ്പലത്തിന്റെ മുന്നിൽ നിന്ന് 2 സിഗരറ്റ് വലിക്കാമെന്നുള്ള നേർച്ച എനിക്കുണ്ടായിരുന്നു, ആ നേർച്ചയാണ് ഞാൻ ഇവിടെ നടപ്പാക്കിയത് എന്നുള്ള സരസമായ മറുപടിയായിരുന്നു വയലാർ രാമവർമ്മ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾ അതുപോലായിരുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗാനം, അച്ഛനും ബാപ്പയും എന്ന സിനിമയിലെ ഗാനം മലയാളികൾക്ക് സമ്മാനിച്ച ഒരു കവിയായിരുന്നു വയലാർ രാമവർമ്മ. വയലാർ രാമവർമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത മതാതീതമായ ഒരു ബോധം, ഒരു മനുഷ്യബോധം, സാംസ്കാരിക ബോധം വയലാറിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വയലാറിന്റെ കവിതകളിൽ, ഗാനങ്ങളിൽ പുരാണങ്ങൾ, വേദങ്ങൾ, ഇതിഹാസങ്ങൾ, ഖുർആൻ, ബൈബിൾ അടക്കമുള്ള പുസ്തകങ്ങൾ കടന്നു വരുന്നുണ്ട്. അതിലെ ആശയങ്ങൾ കടന്നു വരുന്നുണ്ട്. ഈ ആശയങ്ങൾ വയലാർ രാമവർമ്മ മുന്നോട്ട് വയ്ക്കുമ്പോഴും വയലാർ രാമവർമ്മയുടെ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം, അദ്ദേഹം ഇപ്പോ ഒരു ഈശ്വര ഭക്തിഗാനം അല്ലെങ്കിൽ ഒരു ദൈവിക ഭക്തിഗാനം വയലാർ രാമവർമ്മ എഴുതുന്ന സമയത്ത് പോലും അതിനകത്ത് ചില സമയത്ത് ഈ ഈശ്വര വിശ്വാസിയെ കൊണ്ട് ദൈവത്തെ ചോദ്യം ചെയ്യിപ്പിക്കുന്ന രംഗങ്ങൾ അദ്ദേഹത്തിന്റെ വിവിധ ഗാനങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. അങ്ങനെ നമ്മൾ സശ്രദ്ധം വീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കവിത വയലാർ രാമവർമ്മയുടെ സമ്പൂർണ്ണ കൃതികൾക്കകത്തുള്ള ഒരു കവിതയാണ്. പരശുരാമനും മഹാബലിയും തമ്മിലൊരു യുദ്ധം എന്നാണ്. നമ്മളെല്ലാവരും ദശാവതാരത്തിന്റെ ക്രമം അറിയുന്നവരാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി, ഇങ്ങനെ 10 അവതാരങ്ങളാണ്. ഈ 10 അവതാരങ്ങളിൽ വാമനന് ശേഷമാണ് പരശുരാമൻ വരുന്നത്. വയലാറിന്റെ ഒരു യുക്തിബോധം, വയലാർ പറയുകയാണ്, ഒരു അരൂരിനടുത്ത് ഒരു മുതുമ്പ് തോണിയിൽ ഇങ്ങനെ മഹാബലിയും ഇദ്ദേഹം കൂടി പരശുരാമൻ കൂടി സഞ്ചരിക്കുകയാണ്. നീരാഴി പെരുമാൾ എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകം പരശുരാമൻ ചൊല്ലുകയാണ്. പരശുരാമൻ ചൊല്ലിയതിന്റെ അർത്ഥം വെച്ചാൽ ഈ കേരളം ഉണ്ടാക്കിയത് ഞാനാണ്. അപ്പോ മഹാബലി ചോദിച്ചു, അങ്ങനെ അല്ലല്ലോ ഈ ചരിത്രം വാമനന് ശേഷമാണല്ലോ പരശുരാമൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേരളം ഭരിച്ചിരുന്ന രാജാവ് ഞാനാണല്ലോ.
കേരളം ഭരിച്ചിരുന്ന രാജാവായി എന്നെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിനിർത്തുകയാണ്. അതിനുശേഷം ഉണ്ടായ അവതാരമാണല്ലോ പരശുരാമൻ. എങ്കിൽ നിങ്ങൾ കുന്നലനാടിനെ കൊള്ളയടിക്കാൻ വന്ന ആളെന്ന് വയലാർ രാമവർമ്മ അദ്ദേഹത്തിന്റെ മഹാബലിയും പരശുരാമനും തമ്മിലൊരു യുദ്ധം എന്ന കവിതയിലൂടെ പറയുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായിട്ട് മിത്തുകളെ സൗന്ദര്യ ബോധത്തിൽ അധിഷ്ഠിതമായി പൊളിച്ചെഴുതാനുള്ള ഒരു വലിയ ശേഷി, കഴിവ് ഉണ്ടായിരുന്ന ഒരാളാണ് വയലാർ രാമവർമ്മ. അദ്ദേഹത്തിന്റെ വേറൊരു കവിത, ഈ കാലത്തിന് അതീതമായി കവിതകൾ എങ്ങനെ നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് വയലാറിന്റെ കവിതകൾ. കവി ഒരു ക്രാന്തദർശി ആണ് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് കവിതകൾ, ഒരുപാട് വരികൾ വയലാർ രാമവർമ്മയിൽ നിന്ന് നമുക്ക് മലയാളത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിന് ആ സന്ദേശം എന്ന അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട്. അതിനകത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മത്തമേറിയ തലച്ചോറുമായി ഭരണക്കാർ എത്തിയിട്ടുണ്ട് ഈ നാട്ടിൽ രാമരാജ്യത്തിന്റെ പേരിൽ തലയിലാകെ വർഗീയതയുടെ മത്തമേറിയവർ നാട്ടിൽ ഭരണക്കാരായി എത്തിയിട്ടുണ്ട്, നിങ്ങൾ സൂക്ഷിക്കുക എന്ന് വയലാർ രാമവർമ്മ അദ്ദേഹത്തിന്റെ ആ സന്ദേശം എന്ന കവിതയിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ആ കവിത വയലാർ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അഭിമാനപൂർവ്വം തലയുയർത്തി അനുപദം മുന്നോട്ട് പോവുക നിങ്ങൾ, മതവും അധികാര ഗർവവുമെല്ലാം മരണമാടുന്ന കാഴ്ച കാണാം. പതറാതെ ഞെട്ടാതെ നിങ്ങളെന്നും ഹൃദയ സ്വരങ്ങൾ ഉയർത്തുമെങ്കിൽ അത് മതി. നാളെ തലമുറ തൻ ഗതി നയിക്കേണ്ടവരാണ് നിങ്ങൾ, നാളത്തെ തലമുറയുടെ ഗതി നയിക്കേണ്ടവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഇതിനെതിരെ ധാർഷ്ട്യത്തിന്റെ, പ്രതിഷേധത്തിന്റെ ശബ്ദം നിങ്ങൾ ഉയർത്തുക തന്നെ വേണം. പുതുതലമുറ ഉയർത്തുക തന്നെ വേണം. ആ തലമുറയുടെ പ്രതിഷേധ സ്വരത്തിൽ മതവും അതുപോലെ ധിക്കാരവും രാഷ്ട്രീയവും ഒക്കെ ഈ മതബോധത്തിന്റെ, മതഗർഭിന്റെയുള്ള രാമരാജ്യത്തിന്റെ പേരിൽ മതത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന ഗർഭിനെയൊക്കെ തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും എന്നായിരുന്നു ആ സന്ദേശം എന്ന കവിതയിലൂടെ വയലാർ രാമവർമ്മ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ജന്മിത്വത്തിന് എതിരായിട്ട് വയലാർ രാമവർമ്മയുടെ കവിതകൾ, നിരവധി കവിതകൾ നമുക്കുണ്ട്. അന്നുണ്ടായിരുന്ന ഫ്യൂഡലിസത്തിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ തന്റെ കവിതകളിലൂടെ, ഗാനങ്ങളിലൂടെ വയലാർ മലയാളത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു. മനുഷ്യനിലേക്ക് എന്ന കവിതയിലേക്ക്, മനുഷ്യനാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് വയലാർ രാമവർമ്മ പറയുന്നത്, അശ്വമേധം എന്ന കവിതയിൽ വയലാർ പറയുന്നത്, ഈശ്വരനല്ല, മാന്ത്രികനല്ല ഞാൻ, പച്ച മണ്ണിൽ മനുഷ്യത്വമാണ് ഞാൻ. ഞാൻ ഈശ്വരനും അല്ല, ഞാൻ മാന്ത്രികനും അല്ല, ഞാൻ ഈ പച്ച മണ്ണിലെ, നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിന്റെ മനുഷ്യനാണ്. ആ മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യത്വമാണ് എന്ന് വയലാർ അദ്ദേഹത്തിന്റെ എല്ലാ കവിതകളിലൂടെയും, വയലാറിന്റെ എല്ലാ കവിതകളും നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് മനുഷ്യനിലേക്ക് എന്ന കവിതയിൽ വയലാർ രാമവർമ്മ പറയുന്നത് എങ്ങനെയാണ്: ജന്മിത്വത്തിൽ ചക്ക്, കുഴിത്തറ, ചക്ര മുതലാളിയെ പറ്റി തമ്മിൽ കവിത രചിച്ചവർ കണ്ടീൽ അവയുടെ പിന്നിൽ മനുഷ്യനെ എന്നും. ഈ നാടിന് വേണ്ടിയിട്ട്, ഈ ഭൂമി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പാടുപെട്ട, വയലത്ത് പണിയെടുത്തിരുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളികൾ, അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, പണിയായുധങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കിയത് പാവപ്പെട്ട മനുഷ്യനാണ്. ഈ പാവപ്പെട്ട മനുഷ്യനെ ജന്മിത്വം മനസ്സിലാക്കുന്നില്ല, മറിച്ച് ജന്മിത്വം അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാവുന്ന ആദായങ്ങളിൽ മാത്രം കണ്ണു നടുകയും, അതേസമയം ഇതൊക്കെ തന്നെ നമുക്ക് ഈ മണ്ണിലേക്ക് ഇറങ്ങി വിത്ത് വിതച്ച് കിളപൊഴിച്ച് നമുക്ക് മണ്ണ് കൂട്ടി നമുക്ക് കഴിക്കാനുള്ള അന്നം തന്ന മനുഷ്യരെ, ഒരു കാലത്ത് അങ്ങനെയുള്ള മനുഷ്യരെ കാണുന്നില്ല എന്ന വയലാറിന്റെ അന്നത്തെ കവിതയാണ് ഇന്നത്തെ കർഷക സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. ഇവിടെയാണ് വയലാർ രാമവർമ്മ എന്ന കവി എത്രത്തോളം സമകാലിക പരിസരവുമായിട്ട് അദ്ദേഹം പൊരുത്തപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കവിതകൾ എത്രത്തോളം ഈ കാലത്ത് പ്രസക്തിയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. എന്റെ വ്യക്തിപരമായ എനിക്കുള്ള ഒരു അനുഭവം, എന്റെ വിവാഹത്തിന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു കവി സമ്മാനിച്ചത് ഈ ഇരിക്കുന്ന വയലാർ രാമവർമ്മയുടെ സംഭവം. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും ഈ പുസ്തകം, വയലാറിന്റെ ഏതെങ്കിലും കവിതകൾ എടുത്ത് നോക്കുന്നതാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ പുസ്തകത്തിനകത്ത് 1395 വയലാറിന്റെ ഗാനങ്ങൾ കൂടി ഈ പുസ്തകത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എത്ര മനോഹര ഗാനങ്ങളാണ് വയലാർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ആ ഗാനങ്ങളുടെയൊക്കെ പിറവിക്ക് മുമ്പിൽ വയലാർ എന്ന അനശ്വരനായ കവിയുടെ, ഗാനരചയിതാവിന്റെ കയ്യൊപ്പ് നമുക്ക് എല്ലായിടത്തും വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. മതം വയലാറിന്റെ പ്രശ്നം തന്നെയായിരുന്നു. മതം മുന്നോട്ട് വെക്കുന്ന ധിക്കാരങ്ങൾ, മതം മുന്നോട്ട് വെക്കുന്ന ദുശ്ചേരികൾ ഒരു കാലത്തും വയലാർ അംഗീകരിച്ചില്ല എന്നുള്ളതായിരുന്നു. വയലാർ അതിനെ അംഗീകരിക്കുക മാത്രമല്ല, അവർ മുന്നോട്ട് വെച്ച അവരുടെ പ്രാമാണിക ഗ്രന്ഥങ്ങളെയൊക്കെ തന്നെ കമ്പോട്
കൊണ്ട് തന്നെയാണ് യുക്തിബോധത്തോടു കൂടി വയലാർ ഇത്തരം അദ്ദേഹത്തിന്റെ മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന ദുഷ്പ്രവണതകൾക്കെതിരെ ദുശ്ശേരികൾക്കെതിരെ വയലാർ തന്റെ തൂലിക കൊണ്ട് പൊരുതിയത്. വയലാറിന്റെ അതിപ്രശസ്തമായ കവിത നമുക്കറിയാലോ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവിതകൾ നേരത്തെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ സപ്തസംഗീതം, അതുപോലെ തന്നെ ആയിഷയുടെ കവിത നമ്മൾ വായിക്കുന്നതിനേക്കാളും ആയിഷ എന്ന കഥാപാത്രം നമ്മുടെ മനസ്സിനകത്ത് കഥാപ്രസംഗ കലയിലൂടെ നമ്മുടെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന, നമ്മുടെ മനസ്സിനകത്ത് നൊമ്പരത്തിന്റെ രക്തപുഷ്പങ്ങൾ വിടർത്തിയുന്ന ഒരു കഥാപാത്രമായിരുന്നു ആയിഷ. അദ്ദേഹത്തിന്റെ കൊന്തയും പൂണൂരും എന്ന കവിത, താടക എന്ന ദ്രാവിഡ രാജകുമാരി എന്ന കവിത. പൊതുവെ നമ്മളൊക്കെ തന്നെ രാമായണത്തിൽ ശ്രീരാമനെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് ശ്രീരാമനെ അംഗീകരിക്കുന്ന സമയത്ത് കമ്പരാമായണത്തിൽ, തമിഴിലുണ്ടായിട്ടുള്ള കമ്പരാമായണത്തിൽ കമ്പർ ഏറ്റവും മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് രാവണനാണ്. താടക എന്ന ദ്രാവിഡ രാജകുമാരിയില് താടകയെ കന്യകാത്വം നശിപ്പിക്കുന്നത്, അങ്ങനെ താടക രാവണനെ ശപിക്കുന്ന, നിന്നിലുണ്ടായ മകളെ കൊണ്ട് തന്നെ നിനക്ക് നാശം വരും എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ വായിച്ച് വരുമ്പോഴാണ് തന്റെ മകളെയാണ് രാവണൻ ലങ്കയിലേക്ക് കൊണ്ടുപോയതും അതിനു ശേഷമാണ് ഇങ്ങനെ ഉള്ള ഒരു പ്രണയ കാമചേഷ്ടകളുടെ ഒരു രംഗത്തിലല്ല രാവണൻ സീതയെ കൊണ്ടുപോകുന്നത്. അവിടെ രാവണന്റെ മകളാണെന്ന തിരിച്ചറിവ് രാവണന് ഉണ്ടാവുകയും അതിനെ ഒരു വേറെ രീതിയിലേക്ക് ആ രാവണന് പ്രസക്തി കൊടുത്തുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു രാമായണമാണ് തമിഴിലെ കമ്പരാമായണം. കൊന്തയും പൂണൂലും എന്ന കവിത നമുക്കറിയാം. അതിൽ മതത്തിന്റെ വികാരത്തെ കുറിച്ച് വയലാർ പറയുന്നത് ഇങ്ങനെയാണ്: വഴിവക്കിൽ വീണ മതത്തിന്റെ കയ്യിലെ വഴുതയും നാലും എടുത്തുകൊണ്ടേ മനുഷ്യ സംസ്കാരത്തെ കുറ്റിയിൽ കെട്ടുവാൻ വരികയുണ്ടായി പുരോഹിതന്മാർ. അവരുടെ പിന്നിൽ ഇരുട്ടിന്റെ കോട്ടകൾ അരമന കെട്ടുകൾ പൊന്തി വന്നു. മരവിച്ചു ചത്ത യുഗങ്ങൾ തൻ പ്രേതങ്ങൾ മരണനൃത്തങ്ങൾ നടത്തി വന്നു. അവരുടെ ചുറ്റിലും ദൈവ ചൈതന്യങ്ങൾ അവതരിപ്പിച്ച പുരോഹിതന്മാർ വളരുന്ന കാലത്തിൽ നിർമ്മാണ ശക്തി തൻ മുളകളെ നുള്ളുകയായിരുന്നു. വരികയാണ് ഇന്നും ആ പ്രേതങ്ങൾ റദ്ദായ പുരുഷ സൂക്തങ്ങളും പാടിപ്പാടി. വരികയാൽ ഇന്നും ആ പ്രേതങ്ങൾ നാടിനെ വലിയുവാൻ കൊന്തകളാൽ പൂണുനൂലാൽ ഈ നാടിനെ വലിയാനായിട്ട് ആ പ്രേതങ്ങൾ തിരിച്ചു വരികയാണ് എന്ന് വയലാർ രാമവർമ്മ അദ്ദേഹത്തിന്റെ കൊന്തയും പൂണൂലും എന്ന കവിതയിലൂടെ പറയുന്നു. എനിക്ക് നിങ്ങൾക്കൊക്കെ ഏറ്റവും പരിചിതനായ ഒരു ഗാനരചയിതാവായിരുന്നു പി ഭാസ്കരന്റെ വയലാർ ഗർജിക്കുന്നു എന്നൊരു കവിതയുണ്ട്. വയലാർ രാമവർമ്മയെ കുറിച്ചുള്ള കവിതയില്ല, ഐതിഹാസികമായ വയലാർ സമരത്തെ കുറിച്ചുള്ള കവിതയാണ്. വയലാർ രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്ന ഒക്ടോബർ 27-നാണ് വയലാർ രാമവർമ്മ നമുക്ക് നഷ്ടമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ വയലാർ ഗർജിക്കുന്നു എന്ന കവിത വായിക്കുമ്പോൾ തന്നെ ഈ രക്തസാക്ഷി ദിനം, വയലാർ ഐതിഹാസികമായ വയലാർ ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് വരികയും രക്തസാക്ഷിത്വം നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയും അതേ ദിവസം തന്നെ വയലാർ രാമവർമ്മ എന്ന അനശ്വരനായ കവി നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയും ചെയ്യും. അദ്ദേഹത്തെ കുറിച്ച് ഒ.വി. കുറുപ്പിന്റെ ഒരു നിരീക്ഷണം ഈ പുസ്തകത്തിനകത്ത് ചേർത്തിട്ടുണ്ട്. ഒ.വി. കുറുപ്പ് സാർ പറയുന്നത് ഗാനങ്ങളെ കവിതകളാക്കുകയും കാവ്യകലയെ സംഗീതത്തോട് അടുപ്പിക്കുകയും ചെയ്ത നമുക്ക് മുമ്പേ നടന്നുപോയ സ്നേഹധനനായ മറ്റൊരു ഓഫീസ് ആയിരുന്നു വയലാർ രാമവർമ്മ എന്നാണ്. സുകുമാരഴിക്കോടിന്റെ പ്രസംഗകലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പടവുകൾ ചവിട്ടിക്കേറിയ സുകുമാരഴിക്കോടിന്റെ ഒരു നിരീക്ഷണമുണ്ട്. മനുഷ്യനെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട്, വീണ്ടും ജീവിപ്പിക്കാനായിട്ട് ശാസ്ത്രജ്ഞന്മാർ മരുന്ന് കണ്ടുപിടിച്ചു എന്ന ഒരു സമയത്ത് ഈ അഴിക്കോടിന്റെ ഒരു പ്രസ്താവനയാണ്. അഴിക്കോട് പറയുകയാണ്, മരിച്ചവരെ ജീവിപ്പിക്കുന്ന എന്തോ മരുന്നൊക്കെ സയൻസ് കണ്ടുപിടിക്കാൻ പോകുമെന്ന് പറയുന്നു. വാർത്ത വായിച്ചപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. മരിച്ചിട്ടും ജീവിച്ചിരിക്കുന്നതിനേക്കാൾ തേജസ്സോടെ വയലാർ ജീവിക്കുന്നത് ഈ ശാസ്ത്രജ്ഞന്മാർ കാണുന്നില്ലേ. ഇപ്പോഴും വയലാർ രാമവർമ്മ 47 കൊല്ലങ്ങൾക്ക് ശേഷവും വയലാർ രാമവർമ്മ എന്ന കവി, വയലാർ രാമവർമ്മ എന്ന ഗാനരചയിതാവ് നമ്മുടെ മനസ്സിനകത്ത് ജീവിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിക്കാനുള്ള മരുന്നിന്, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ജീവിക്കാനുള്ള, മരിച്ചാലും ജീവിക്കാനുള്ള മരുന്ന്, അതിന്റെ ഫോർമുല എന്താണ് എന്ന് സുകുമാർ അഴിക്കോട് തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നു. വയലാറിനെ പഠിച്ചാൽ മതി, മരിച്ചാലും ജീവിക്കാനുള്ള മരുന്നിനുള്ള ഫോർമുല അതിൽ നിന്ന് കിട്ടും എന്നാണ് സുകുമാർ അഴിക്കോട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നിരീക്ഷണം പൊതു മലയാളത്തെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ മലയാള കവിതയ്ക്കും മലയാള സാഹിത്യത്തിനും
മനുഷ്യത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശോഭ, അരുണ ശോഭ നൽകിയ വ്യക്തിയായിരുന്നു വയലാർ രാമവർമ്മ. വയലാർ രാമവർമ്മയുടെ കാവ്യ പ്രപഞ്ചത്തിന് മുമ്പിൽ, അദ്ദേഹത്തിന്റെ ദീപ്ത സ്മരണകൾക്ക് മുമ്പിൽ ഏറ്റവും വിനയത്തോടുകൂടി ഞാൻ ശിരസ് കുനിക്കുന്നു. അതോടൊപ്പം തന്നെ അഭിനയ ചക്രവർത്തി എന്നൊക്കെ തന്നെ നമുക്ക് യാതൊരു സംശയം കൂടാതെ വിശേഷിപ്പിക്കാവുന്ന ഒരു കലാകാരനായിരുന്നു എന്നുകൂടി വേണം. അദ്ദേഹത്തിന് ഒന്ന് രണ്ട് മീറ്റിങ്ങുകൾ എനിക്ക് അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലാളിത്യമുള്ള, സ്നേഹമുള്ള, മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കുന്ന, ദുഃഖങ്ങളിൽ മനുഷ്യന് ഒപ്പം നിൽക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹമായിട്ട് പങ്കെടുത്ത ഒരു മീറ്റിങ്ങിന് ക്യാൻസർ ബാധിതരായിട്ടുള്ള കുട്ടികൾക്ക് ഒരു ചികിത്സാ സഹായം കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അദ്ദേഹം ആ പരിപാടിയുടെ തുടക്കം മുതൽ 9:30 മണിക്ക് പരിപാടി എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം 9:15 വരികയും ആ പരിപാടി തീരുന്നത് വരെ അവിടെ ഇരിക്കുകയും ആ കുഞ്ഞുങ്ങളോട് അദ്ദേഹത്തിന്റെ സ്നേഹം പ്രകടിപ്പിക്കുകയും മനസ്സ് പങ്കുവെക്കുകയും ചെയ്ത ഒരു വലിയ മനുഷ്യനായിരുന്നു, വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു നെടുമുടി വേണു. ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മളൊക്കെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ അവർക്ക് പരിമിതമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്ന സമയത്ത് എല്ലാ കഥാപാത്രങ്ങളെയും, ജീവിതത്തിലെ എല്ലാ വ്യക്തികളെയും, എല്ലാ ജീവിത ഘട്ടങ്ങളെയും അദ്ദേഹത്തിന്റെ വേഷങ്ങളിലൂടെ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു അധ്യാപകന്റെ വേഷം അവതരിക്കാൻ സാധിച്ചിട്ടുണ്ട്, ഒരു മുത്തശ്ശന്റെ വേഷം അവതരിക്കാൻ സാധിച്ചിട്ടുണ്ട്, ഒരു തെരുവ് ചട്ടമ്പിയുടെ വേഷം അവതരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ പോകുന്ന എല്ലാ മുഹൂർത്തങ്ങളെയും തന്റെ അഭിനയത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനശ്വരനായിട്ടുള്ള അഭിനയ പ്രതിഭയായിരുന്നു നെടുമുടി വേണു. അദ്ദേഹത്തെയും ഞാൻ ഏറ്റവും വിനയത്തോടുകൂടി ഓർക്കുന്നു. ഒരു സുദീർഘമായ പ്രസംഗത്തെക്കാളും നല്ലത് വയലാറിന്റെ 1-2 കവിതകൾ വായിക്കുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു. വയലാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കവിതയാണ് അദ്ദേഹത്തിന്റെ സർഗസംഗീതം എന്ന കവിത. മിക്കവാറും ഒക്കെ തന്നെ ഈ സ്കൂൾ കലോത്സവത്തിന് ഞാൻ ഏറ്റവും അധികം ഈ കവിത കാണാതെ പഠിച്ചത് സ്കൂൾ കലോത്സവത്തിന്. നിരവധി വർഷങ്ങളായിട്ട് ഈ കലോത്സവങ്ങളുടെ വിധികർത്താവായി പോകുന്ന സമയത്ത് അതിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഏറ്റവും അധികം ചൊല്ലുന്ന ഒരു കവിതയും സർഗസംഗീതം, വയലാറിന്റെ സർഗസംഗീതം എന്ന കവിതയാണ്. വയലാറിന്റെ സർഗസംഗീതം. ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോവിരാമ പുളിരോമാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖ വിപ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടിയലഞ്ഞു പണ്ടവരിലെ ചൈതന്യമെന്തർശനം. ആ മൺമെത്തകളാറ്റു നോറ്റ മധുര സ്വപ്നങ്ങളിൽ ജീവിത പ്രേമം പാടിയ സാമഗാന ലഹരി ഹർഷാഞ്ജിതാത്മാക്കളായി ആ മൻവന്തര ഭാവശില്പികളെനിക്ക് എന്നേക്കുമായി തന്നതാണോ കാർത്തിക നെയ്വിളക്കെരിയുമീ ഏകാന്തയാകാശ്രമം. നാദം ശൂന്യതലിംഗലാദ്യമൃതം വർഷിച്ച നാളിൽ ഗതോന്മാദം വിശ്വപദാർത്ഥശാലയൊരിടത്തൊന്നായി കുടിച്ചിടവേ ആദാഹിച്ചു വിടർന്ന ജീവകലികാജാലങ്ങളിൽ കാലമേ നീ ദർശിച്ച രസാനുഭൂതി പകരൂ മൽപാന പാത്രങ്ങളിൽ. ഓരോ ജീവഗണത്തിനുള്ളിലും ഉണർന്ന് ഉദ്ദീപ്തമായി ധർമ്മ സംസ്കാരോപാസന ശക്തിയായി ചിരതപസങ്കൽപ്പ സങ്കേതമായി ഓരോ മാസ്മര ലോകവുമുണ്ട്. അതിലെനിക്കെന്നന്തരാത്മാവിലെത്തേരോടിക്കണം എന്റെ കാവ്യകലയെ കൊണ്ടാകൂളം വരെ. വാളല്ലൻ സമരായുധം, വാളല്ലൻ സമരായുധം ക്ഷണക്ഷണധ്വാനം മുഴക്കിയിടുവാനാളല്ല എൻ കരവാളു വിറ്റൊരു മണി പൊൻവീണ വാങ്ങിച്ചു ഞാൻ. താളം രാഗലയ ശ്രുതിസ്വരം ഇവയ്ക്കല്ലാതെ ഒന്നിനുമിന്നോളക്കുപ്പുകൾ തീർക്കുവാൻ കഴിയുകയില്ലെൻ പ്രേമതീർത്ഥങ്ങളിൽ. ഓണക്കോടിയൊറിഞ്ഞുടുത്തു കമുകിൻ പൊൻപൂക്കുലച്ചാത്തുമായി പ്രാണപ്രേയസി കാവ്യകന്യ കവിളത്തൊന്നും അവച്ചിടവേ വീണക്കമ്പികൾ നീട്ടി മാനവ മനോരാജ്യങ്ങളിൽ ചെന്നു ഞാൻ.
നാണത്തിന്റെ ഇടുന്നുകൾക്കു നിറയെ പാദസരം നൽകുവാൻ കാടത്തത്തെ മനസ്സിലിട്ട കവിയായി മാറ്റുന്ന വൽമീകം ഓടപ്പുൽക്കുടലിന്റെ ഗീത എഴുതി സൂക്ഷിച്ച പൊന്നോലയും കോടക്കാർ നിര കൊണ്ടുവന്ന മനുജാത്മാവിന്റെ കണ്ണീരുമായി മൂടൽ മഞ്ഞിൽ മയങ്ങുമെന്നു ഇവിടെ പൂക്കും വനജ്യോത്സ്നകൾ ഞാനിജാലകവാതിയിൽ ചെറുമുളം തണ്ടിഞ്ഞുറിഞ്ഞിട്ടതാണീ നീലത്തുകിൽ ശാരദെന്തു കലയെ പാവാട ചാർത്തിക്കുവാൻ ആ നിത്യം ചിറകിട്ടടിച്ചു ചിതറിക്കീറി പറപ്പിച്ചുവോ ഞാനി സർഗതപസ്സമാനിയിരിക്കുമ്പോൾ കൊടുങ്കാറ്റുകൾ കോടക്കാറ്റിലഴിഞ്ഞ് ഉലഞ്ഞ ചിടയും ചിക്കിക്കിടന്നിടുമാ കാടങ്ങിങ്ങു ചവച്ചെറിഞ്ഞ തളിരും പൂവും പിടഞ്ഞിടവേ നാടന്ത പ്രഹരങ്ങളേറ്റു കിടിലം കൊൾകെ മുലപ്പാലുമായി പാടം നീന്തി വരുന്ന പൗർണമി നിനക്കാവട്ടെ ഗീതാഞ്ജലി. ഉപയോഗിക്കുന്നു ദൈവം യുഗങ്ങളിലൂടെ എന്ന കവിത. ആയിരമായിരം ആണ്ടുകൾക്കപ്പുറത്താരോ വിരചിച്ച മുഗ്ധസങ്കൽപ്പമേ ആ യുഗങ്ങൾക്കുള്ളിൽ അത്ഭുതം സൃഷ്ടിച്ച മായിക ചൈതന്യ മണ്ഡലമാണു നീ. പണ്ടു ചരിത്രം തുടങ്ങുന്നതിന് മുൻപ് ഉണ്ടായ ജീവിത സ്വപ്നമേ ദൈവമേ നിന്നെ അന്വേഷിച്ചലഞ്ഞിരുന്നു ചിരം നിർമ്മലാത്മാക്കളാമെൻ പ്രപിതാമഹർ. കാലഘട്ടങ്ങൾ തൻ സംസാര നിർവാണ ലീലകൾക്കുള്ളിൽ വിടർന്ന മൂല്യങ്ങളെ നിന്നർച്ചനാ പുഷ്പകാലങ്ങളാക്കിയ ധന്യമാം ഭാവനയ്ക്കെൻകുപ്പുകയ്യുകൾ. ദേശകാലങ്ങൾക്കനുരൂപമായി നിന്റെ ഭാഷയും ഭാവവും മാറ്റിക്കുറിക്കവേ ധർമ്മപ്രവാചകർ മാനവ ജീവിത കർമ്മകാണ്ഡങ്ങളെ ചിട്ടപ്പെടുത്തവേ നീ വളർന്നെത്തി മനുഷ്യന്റെ സംസ്കാര നീതി ശബ്ദം പോലെ കാലഘട്ടങ്ങളിൽ നിന്നെ ഇന്നെന്താക്കി മാറ്റിയിരിക്കുന്നുവെന്നോ മതങ്ങൾ തൻ മാനിഫെസ്റ്റോകളിൽ. കുംഭയും വിർപ്പിച്ചിറങ്ങുവാ സർക്കസു കമ്പനിക്കാരൻ വിദൂഷകനായി നീ കാവിയുടുക്കുന്ന സന്യാസി വര്യന്റെ കാളേജു പണ്ടു വിരിമുലിച്ചായി നീ. കണ്ണുവടച്ചു മനുഷ്യരെ കൊല്ലുന്ന കമ്പോള നീതി പ്രചാരകനായി നീ. മാനവവർഗ വിരുദ്ധ രാഷ്ട്രീയത്തെ മാനിച്ചിരുത്തുന്ന കത്തനാരായി നീ. ചിന്തതൻ പട്ടടക്കാട്ടിൽ നിന്നെ തലപ്പന്തു കളിക്കുന്നു നിന്നനുയായികൾ. ഞങ്ങൾ നിമിഷപ്പട കുതിരപ്പുറത്തങ്ങനെ വിശ്വം ജയിച്ചു കുതിക്കവേ ഭാവിതൻ സാമൂഹ്യ തത്വശാസ്ത്രങ്ങളിൽ ജീവിത ശൈലി തിരുത്തി കുറിക്കവേ ഞങ്ങളെ പിന്നാകുളുത്തിട്ടു നിർത്തുവാൻ അങ്ങനെ നാളെ പ്രപഞ്ചം ഭരിക്കുവാൻ ആര് അനുവാദം കൊടുത്തു നിൻ പേരിൽ ചോര കുടിയർക്കു സംസ്കാരം ഓതുവാൻ. ആയിരമായിരം ആണ്ടുകൾക്കപ്പുറത്താരോ വിരചിച്ച മുഗ്ധസങ്കൽപ്പമേ നിന്നെ നിർമ്മിച്ച പുരുഷാന്തരങ്ങളിൽ നിന്നു വളരുമാ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നെ ഗവേഷണ വസ്തുവായി കാണുന്നു മുന്നിൽ ചരിത്രവും യുക്തിയും ശാസ്ത്രവും. ഈ യുഗം സൃഷ്ടിച്ചു മാനവൻ നേടിയ മായിക ശക്തി നിനക്കു നൽകില്ല ഞാൻ. ഈ യുഗം സൃഷ്ടിച്ചു മാനവൻ നേടിയ മായിക ശക്തി നിനക്കു നൽകില്ല ഞാൻ. വയലാറിന്റെ കവിതകളിൽ ചരിത്രവും യുക്തിയും ശാസ്ത്രവും സമാസമം ചാലിച്ചെടുത്ത കവിതകളാണ്, ഗാനങ്ങളാണ്
മലയാള കാവ്യ ലോകത്തെ വജ്രനക്ഷത്രമായിരുന്ന വയലാറിൻ്റേത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഒരു കുറിപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. നിനക്ക് മരണമില്ല, വയലാറിൻ്റെ കവിത കൂടിയാണ് നിനക്ക് മരണമില്ല. അദ്ദേഹത്തിൻ്റെ വയലാറിൻ്റെ കവിതകളെക്കുറിച്ച്, വയലാറിൻ്റെ നിലപാടുകളെക്കുറിച്ച്, വയലാറിൻ്റെ ജീവിതത്തെക്കുറിച്ച്, വയലാറിൻ്റെ ഗാന സഭകളെക്കുറിച്ച് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ നിരീക്ഷണം മാത്രം വായിച്ച് വയലാർ എന്ന കവിക്ക്, വയലാർ എന്ന ഗാനരചയിതാവിന്, വയലാർ എന്ന അധ്വാനിക്കുന്ന മനുഷ്യനൊപ്പം അധ്വാനിക്കുന്നവർക്കൊപ്പം നിന്ന മനുഷ്യന് മരണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലയാറ്റൂർ രാമകൃഷ്ണന്റെ ചെറിയ ഒരു കവിത വായിച്ച് അവസാനിപ്പിക്കുന്നു. നിനക്ക് മരണമില്ല. പ്രഭാതത്തിന്റെ പുതിയ മുഖം ചുവന്നപ്പോൾ, കായലിലെ ഓളങ്ങൾ ഉണർന്നപ്പോൾ ഞാൻ വന്നു വയലാറിലേക്ക് നിന്നെ കാണാൻ. അതൊരു പഴയ കാലം, ആത്മാർത്ഥതയുടെ കാലം, ചേർത്തലയിലെ ചേറിലും ചൊരിമണലിലും ചോര പുരണ്ട കാലം, കുടിക്ക് ചങ്കിലെ നീരിന്റെ നിഷ്ഠുള്ള കാലം, രക്തസാക്ഷികളുടെ കാലം. ആ കാലത്താണ് ഞാൻ വന്നത് നിന്നെ തേടി, നിന്നെ കാണാൻ. സർപ്പക്കാവുകളുടെ മണം മുറ്റി നിന്ന തളത്തിൽ അമ്മ നമുക്ക് കഞ്ഞി വിളങ്ങി തന്നു. ചൊരിമണൽ തട്ടുകളിലൂടെ നാം നടന്നു. ഈ രാത്രിയിൽ കളവങ്കോടും ബാലകൃഷ്ണനും NSP പണിക്കരും നമ്മളോട് ഒത്തുചേർന്നു. ആ രാത്രിയിൽ ഏതോ പച്ചക്കുളത്തിന്റെ വായൽക്കുളത്തിന്റെ വക്കിൽ നോക്കുകുത്തിയെ പോലെ നിന്നിരുന്ന ഒരു വിഗ്രഹം നാം പിടിതെറിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു. നീ നാടിന്റെ ഗാനമായി, ജ്വാലയായി, ലഹരിയായി, ഉന്മാദമായി ഒടുവിൽ നീ യാത്ര പറഞ്ഞു പോയപ്പോൾ കരയാൻ അറിയാത്ത ദൈവങ്ങളും കരയാൻ മാത്രം പഠിച്ച ഞങ്ങളും കണ്ണീരൊഴുക്കി. നീ മലയാള ഭാഷയുടെ അഭിമാനമാണ്. നീ എന്നും അതായിരിക്കും. നിനക്ക് മരണമില്ല. മലയാറ്റൂർ രാമകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മനസ്സിൽ ഓർത്തുകൊണ്ട് വയലാർ എന്ന കവിക്ക് മരണമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ, അദ്ദേഹത്തിൻ്റെ ദീപ്തസ്മരണകൾക്ക് മുമ്പിൽ ഏറ്റവും വിനയത്തോടു കൂടി ഞാൻ ദിവസം വിളിക്കുന്നു. നമസ്കാരം. പ്രിയമുള്ളവരെ, 26 മിനിറ്റും 40 സെക്കൻഡും കൊണ്ട് വയലാറെന്ന മഹാമനുഷ്യനെ, മഹാമേരുവിനെ നമ്മുടെ മുന്നിൽ വരച്ചിട്ട പ്രിയ കവി വിനോദ് വെള്ളായണിക്ക് ഒരു ബിഗ് സല്യൂട്ട് അറിയിക്കുന്നു. തുടർന്ന് നമ്മുടെ മുന്നിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ദേശത്തിന്റെ തന്നെ പ്രിയ കലാകാരനായ ശ്രീ ഗിരീഷ് സോപാനമാണ്. ഈ നമ്മുടെ മുന്നിൽ ചെല്ലപ്പനാശാരിയായി, മഹാരാജാവായി, ഇങ്ങനെയൊക്കെ നിറഞ്ഞാടിയ ഒരു വലിയ മനുഷ്യൻ, ആൻ യുണീക്ക് പേഴ്സൺ അല്ലെങ്കിൽ വേഴ്സറ്റൈൽ പേഴ്സൺ ഒക്കെ നിറഞ്ഞു നിന്ന ശ്രീ നമ്മുടെ നെടുമുടി വേണുവിനെ അനുസ്മരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഈ ദേശത്തിന്റെ കലാകാരനായ ഗിരീഷ് സോപാനമാണ്. അദ്ദേഹത്തെ സാദരം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇവിടെ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തിയ വിനോദ് വെള്ളായണി അവർക്ക്, ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനരെ, എൻ്റെ റോള് ഇതാണെന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിരുന്നില്ല. വരാമെന്ന് ഏറ്റിരുന്നു. പക്ഷേ അതിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഒന്ന് ഇവിടെ പറഞ്ഞതുപോലെ ഞാനൊരു പ്രാസംഗികനോ പ്രഭാഷകനോ ഒന്നും തന്നെ അല്ല, 1% പോലും അല്ല. ഒരു നടനാണ് എന്നാണ് വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന ഒരു കൊച്ചു വർത്താനം പറയാം. കുഴപ്പമില്ല, എന്തെങ്കിലും മതി ഒരു അനുസ്മരണം നടന്നു പറയാൻ വന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ രാമകൃഷ്ണനെ കുറിച്ച് പറഞ്ഞു നമുക്ക് അറിയാം, നെടുമുടി വേണുവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള അറിവ് അറിയാൻ സാധിച്ചു. കൂടുതൽ ഈ പറഞ്ഞ വ്യക്തിപരമായി നമ്മൾ ഈ ഗ്രന്ഥങ്ങളിലൂടെ, കവിതകളിലൂടെയുള്ള ഈ വായനയിലൂടെയുള്ള അറിവ് വളരെ ആഴത്തിൽ കൂടുതൽ അറിയാൻ പറ്റുന്ന അതുമായിട്ട് കൂടുതൽ ബന്ധമാണ്. എനിക്കിപ്പോൾ
അങ്ങനെയുള്ള ബന്ധമില്ല. അത്യാവശ്യം എല്ലാം ഉണ്ട് താനും, എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ നാടകത്തിൻ്റെ ഒരു സ്റ്റൈൽ അതാണ്. ഞങ്ങൾക്ക് അത്യാവശ്യം പാട്ടും വേണം, താളവും വേണം, ഇതെല്ലാം ഉണ്ടെങ്കിൽ പറ്റുള്ളൂ. എന്നാൽ പാട്ടുകാരനാണോ? അല്ല. നൃത്തക്കാരനാണോ? അല്ല. എന്നാൽ ഇതിൻ്റെയൊക്കെ അംശങ്ങൾ ഞങ്ങളുടെ നാടകത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ കവിതകളും എല്ലാം ഞങ്ങൾ അത്യാവശ്യമൊക്കെ പെരുമാറാറുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ ഞാൻ ഇപ്പം ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നെടുമുടി വേണു എന്ന് പറയുന്ന മഹാനടനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം എന്താണോ അറിയുന്നത് അത് തന്നെയാണ് എനിക്കും അറിയാവുന്നത്. കാരണം അതിൽ കൂടുതലൊന്നും ഞാനെന്ന സിനിമ രംഗത്തുള്ള ആളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയുള്ള നേരിട്ടുള്ള അനുഭവം യാതൊന്നും തന്നെയില്ല. ഒരുപക്ഷെ എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പം ഞാൻ ഇവിടുത്തെ അധിക സമയം എടുക്കില്ല. നേരത്തെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അതിനുശേഷം പലർക്കും നന്നായി കുറച്ചുകൂടെ പലതും നമുക്ക് പറഞ്ഞതുപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെന്ന് തോന്നുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്ന് പറഞ്ഞത് കാര്യം അത് നിങ്ങളെല്ലാവരും പറയുന്ന കാര്യങ്ങളായിരിക്കും ഞാനും പറഞ്ഞതുപോലെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഓടി വരും. സാധാരണ ഒരു നടനിൽ കവിഞ്ഞ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഒന്നിനോടൊന്ന് സാമ്യമില്ലാത്തതാണ്. പക്ഷേ ഇതെല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. ഏതാണ് ഇതിൽ ഏറ്റവും നന്നായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പരാതി ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം നല്ലതാണ്, അത് അതിൻ്റെ അതേ രീതിയിൽ. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹം വളരെ വൃദ്ധ കഥാപാത്രങ്ങളും ഒപ്പം ചെറുപ്പമുള്ള കഥാപാത്രങ്ങളും അനായാസമായി ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള വളരെ പ്രത്യേകതയുള്ള ഒരു നടനാണ്. സാധാരണ നമ്മൾ പറയുന്ന പല നടന്മാർ ഇത്തരം വ്യത്യസ്തമായ റോളുകൾ ആ പ്രായത്തിൽ ചെയ്യാൻ സാധിച്ച വേറൊരു നടനുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എല്ലാവരും അവരുടെ രീതിയിൽ പ്രഗത്ഭരാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ഒരു നടൻ മലയാളത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം. പിന്നെ ഞാൻ പറയാം, അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ തന്നെ പറഞ്ഞതൊന്നും അറിയേണ്ട കാര്യം നിങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഞാൻ നാടക രംഗത്ത് വന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പരിചയപ്പെടാൻ ഇടയായതും അതിൻ്റെ സാഹചര്യം എന്താണെന്ന് അതിലൂടെ ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ കണ്ടു എന്നുള്ളത് മാത്രം ഏതായാലും ചുരുങ്ങിയ വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാം കേട്ടുള്ള അറിവ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഞങ്ങളുടെ എല്ലാം ഗുരുനാഥനായ വേലുചേട്ടൻ്റെയും ഗുരുനാഥനായ കാവാലം നാരായണപ്പള്ളി സാറിനോടൊപ്പം ആലപ്പുഴയിൽ നിന്ന് നെടുമുടിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ചേക്കേറിയ ആൾക്കാരാണ് ഈ രണ്ടുപേരും. കാവാലം സാറിൻ്റെ കൂടെ വന്ന ആളാണ് നെടുമുടി വേലുചേട്ടൻ. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ആദ്യകാലത്ത് പത്രപ്രവർത്തനവുമായിട്ടൊക്കെ കഴിഞ്ഞുപോയി. അതിനോടൊപ്പം നാടക പ്രവർത്തനം ഉണ്ടായിരുന്നു. അങ്ങനെ നാടക പ്രവർത്തനമായിട്ട് അതിൽ ഇടപെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹം തമ്പ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാനിടയായിരുന്നു. അത് മുതൽ അങ്ങോട്ട് സിനിമയിൽ വളരെ തിരക്കുള്ള ഒരു നടനായിട്ട് മാറുകയും ഇപ്പോൾ നമ്മൾ കണ്ട അത്രയും വളർച്ച അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതുവരെ ഇത്രയും കാര്യങ്ങൾ എനിക്ക് മുന്നേ നടന്ന സംഭവമാണ്. കേട്ടുള്ള അറിവ് തന്നെയാണ് എനിക്ക്. ഇദ്ദേഹം വേണുചേട്ടനൊക്കെ ഈ സിനിമയിൽ വളരെ തിരക്ക് പിടിച്ച നടനായിട്ട് മാറിയതിന് ശേഷമാണ് ഞാൻ സോപാനത്തിൽ ജോയിൻ ചെയ്യുന്നത്. അത് കൃത്യവർഷം 1983-ലാണ്. അതായത് ഇപ്പം 35-36 വർഷത്തോളമായി ഞാൻ സോപാനത്തിൽ ജോയിൻ ചെയ്തിട്ട്. ആ സമയത്ത് വേണുചേട്ടൻ സിനിമയിൽ തിരക്കായി കഴിഞ്ഞു. അപ്പോൾ സോപാനത്തിൽ ഇല്ലായിരുന്നു ഞാൻ പോകുമ്പോൾ. ഈ ഭരത് ഗോപിച്ചേട്ടൻ ഇങ്ങനെയുള്ളവരെല്ലാം ആ സമയത്ത് പോയി കഴിഞ്ഞവരാണ്. അതിന് ശേഷമുള്ള ഒരു ജനറേഷനിലാണ് ഞാൻ അവിടെ എത്തുന്നത്. 83-ൽ എത്തുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ വേണുചേട്ടനെ കാണുന്നത് തന്നെ കാവാലം സാറിൻ്റെ വീട്ടിലുള്ള ചില ഫംഗ്ഷൻ അല്ലെങ്കിൽ ഞങ്ങളുടെ നാടകം പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുമ്പോൾ തിരുവനന്തപുരത്തായാലും ചിലപ്പോൾ ദൂരെയാണെങ്കിലും ബൈ ചാൻസ് വേണുചേട്ടൻ ആ ഏരിയയിൽ എങ്ങനെ ഉണ്ടെങ്കിൽ കാണാൻ വന്നിരിക്കും. വന്ന് നമുക്ക് വേണ്ട അനുഗ്രഹമൊക്കെ തരാറുണ്ട്. അങ്ങനെയുള്ള ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ രീതിയിലാണ് ഞാൻ ആദ്യം വേണുചേട്ടനെ പരിചയപ്പെടുന്നത്. അത് കുറച്ച് നാൾ തുടർന്നതിന് ശേഷം പിന്നെ കൂടുതൽ അടുത്തിടപഴകാൻ സാഹചര്യം ഉണ്ടായിട്ട് കാവാലം സാറിൻ്റെ തന്നെ 60-ാം പിറന്നാൾ, 10 വർഷത്തിന് ശേഷം 70-ാം പിറന്നാൾ, 10 വർഷത്തിന് ശേഷം 80-ാം പിറന്നാൾ, ഇങ്ങനെ 3 പതിറ്റാണ്ട് ജന്മദിനം പ്രമാണിച്ച് ഈ സാറിൻ്റെ അല്ലെങ്കിൽ നെടുമുടി വേണുചേട്ടൻ്റെ വളരെ ഫേമസ് ആയ നാടകമുണ്ട്. എല്ലാവർക്കും അറിയാം, അവനവൻ കടമ്പ എന്ന് പറയുന്ന ജി അരവിന്ദനായിരുന്നു അന്ന് ഡയറക്റ്റ് ചെയ്തത്. അന്ന് കാവാലം സാറിൻ്റെ ഡയറക്ഷൻ ആ സൈഡിലേക്ക് വന്നിട്ടില്ല, രചന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ നാടകം സാറിൻ്റെ ഈ 60-ാം പിറന്നാളിനും 70-ാം പിറന്നാളിനും 80-ാം പിറന്നാളിനും അവതരിപ്പിച്ചു. അതായത് പഴയ ടീം നെടുമുടി വേണുചേട്ടൻ, ജഗന്നാഥൻ സാറ്, ഇങ്ങനെയുള്ള അന്നുണ്ടായിരുന്ന പഴയ ആൾക്കാരെല്ലാം സാറിനൊരു ജന്മദിന സമ്മാനം എന്നുള്ള രീതിയിൽ ഈ നാടകം ഇങ്ങനെ 3 പതിറ്റാണ്ടുകളിൽ തുടർച്ചയായി ചെയ്യാൻ ഇടയായി.
ആ സമയത്താണ് ഞങ്ങളെല്ലാം വന്ന് പുതിയ ആൾക്കാരാണ്, ഞങ്ങൾക്ക് വളരെ ന്യൂ കമർ എന്ന് പറയാം, അങ്ങനെയുള്ള സാഹചര്യമാണ്. അപ്പോൾ ആ സമയത്ത് പഴയ ആദ്യകാലത്ത് 70-കളിലാണ് അവരെ നടന്ന നാടകം ആദ്യമായിട്ട് ചെയ്യുന്നത്. അട്ടക്കുളങ്ങര സ്കൂളിൽ കേട്ടിരിക്കുന്നുണ്ട്. അട്ടക്കുളങ്ങര സ്കൂളിലാണ് ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യുന്നത്. അതേ സ്കൂളിൽ തന്നെയാണ് സാറിൻ്റെ 60-ാം പിറന്നാളിന് ഈ നാടകം പിന്നെ വീണ്ടും കൂടി എല്ലാം കൂടെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അതിന് ആദ്യകാലത്തുണ്ടായിരുന്ന പല നടന്മാരും ജീവിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാം അതിൽ ഒപ്പം കൂടി. അങ്ങനെ ഞാനതിൽ ദേശത്തുടയോ എന്ന് പറയുന്നത് മുമ്പ് SR ഗോപാലകൃഷ്ണൻ ചേട്ടനാണെന്ന് ചെയ്തതിന് ആ വേഷമാണ് ഞാൻ വേണിച്ചേട്ടനോടൊപ്പം ചെയ്യാൻ ഇടയായത്. അപ്പോൾ അതുമുതലാണ് വേണിച്ചേട്ടനോട് വ്യക്തിപരമായിട്ട് നാടക റിഹേഴ്സലുകളിലാണ് വളരെ അടുപ്പം ഉണ്ടാകുന്നത്. വേണ്ട പിന്നെ കാര്യങ്ങൾ പറഞ്ഞു തരികയും എങ്ങനെയായിരിക്കണം എന്തായിരിക്കണം എന്നുള്ളത്. അതിനൊരു വേറെ കാരണം കൂടെ ഉണ്ട്. ഈ അവലോകന കടപ്പ എന്ന് പറയുന്ന നാടകം ഞാൻ കണ്ടിട്ടില്ല. അതാണ് വേറെ പ്രശ്നം. ഞാൻ മുമ്പ് പോകാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് 70-കളിൽ അല്ലെങ്കിൽ അത് 78-ലൊക്കെ അത് ചെയ്യുന്നുണ്ടായിരുന്നു. 80 വരെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ 83 പോകുമ്പോൾ ആ നാടകം പിന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ നാടകം വേണിച്ചേട്ടൻ ചെയ്യുന്നത് മുമ്പ് കണ്ടിട്ടില്ല. എന്താണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ വളരെ കാര്യമായിട്ട് ആ വേഷം എങ്ങനെ ചെയ്യണം, ഗിരീഷ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മൂവ്മെൻറ്റ്സ് എങ്ങനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഒരു അനിയനെ പോലെ എല്ലാ സപ്പോർട്ടും ചെയ്ത് എന്നെ കൊണ്ട് അത് അദ്ദേഹം പറഞ്ഞു ചെയ്യിച്ചു. ഒരുവിധം കുഴപ്പമില്ലാതെ ചെയ്യുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ വീണ്ടും 70-ാം പിറന്നാൾ 10 വർഷത്തിന് ശേഷം വീണ്ടും അത് അദ്ദേഹത്തോടൊപ്പം ചെയ്തു. വീണ്ടും 10 വർഷത്തിന് ശേഷം വീണ്ടും 80-ാം പിറന്നാളിന് അത് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ വളരെ അദ്ദേഹത്തോട് അടുപ്പമുണ്ടായി. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീടുമായിട്ട് കൂടുതൽ അടുപ്പം വന്നു. അദ്ദേഹം താമസിച്ചതിൻ്റെ എല്ലാവർക്കും അറിയാൻ കൂടെ നമ്മുടെ കുണ്ടമൺകട വ്യക്തിത്വമംഗലത്തായിരുന്നു താമസം. ഞാൻ താമസിക്കുന്നതുമായിട്ട് 1.5 കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ പല സോപാനത്തിൽ തന്നെ പല ആവശ്യങ്ങൾക്കായിട്ട് കവല സാർ ഉള്ളപ്പോൾ തന്നെ പല കാര്യങ്ങൾ പറയാം. വേണുവിനെ പോയി കാണൂ, അത് വേണുവിൽ ചില കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. എങ്ങനെ നടത്തണം എന്നുള്ള കാര്യം പല ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ സോപാനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു പുതിയ തലമൂത്ത കാരണവരെന്നുള്ള സ്ഥാനവും കവല സാറിന് കൊടുത്തിട്ടുണ്ട്. മൂത്ത ആൾ കുടുംബത്തിൽ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെയൊക്കെ സീനിയർ എന്നുള്ള രീതിയിൽ രക്ഷാധികാരിയായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വീട്ടിൽ ഞങ്ങൾ പോകാറുണ്ടായിരുന്നു. പല കാര്യത്തിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് അഭിപ്രായം അറിഞ്ഞിട്ടായിരിക്കും അത് നമ്മൾ ചെയ്യാറുള്ളത്. അങ്ങനെ പരിചയം കൂടുതൽ വന്നു. പിന്നെ കവല സാറ് പോയിട്ട് 5 വർഷമായി. ഈ 5 വർഷത്തിന് ശേഷം കൂടുതൽ ഇൻവോൾവ്മെന്റ് വന്നു അദ്ദേഹത്തിൻ്റെ ഒരു നമ്മുടെ തലമൂത്ത കാരണവരായത് അപ്പോഴാണ്. കാര്യം വേറെ ആരുമില്ല. ഞങ്ങൾക്ക് കൂടുതൽ അതിനുശേഷം സംസാരിക്കാനും ഒക്കെ പകരം വയ്ക്കാൻ ഒരാളില്ല. അതുകൊണ്ട് തന്നെ വേണിച്ചേട്ടനായിരുന്നു ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് കവാല സാറിൻ്റെ 5 ചരമദിനത്തിനുള്ള പ്രോഗ്രാംസ് എന്തൊക്കെ വേണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്ത് എല്ലാ കാര്യങ്ങളിലും വേണ്ട നിർദ്ദേശമൊക്കെ തന്നത് വേണിച്ചേട്ടനായിരുന്നു ഈ കഴിഞ്ഞ 5 വർഷങ്ങളിലാണ്. ഈ 5ാമത്തെ ചരമദിനം വരെ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആണ് വളരെ അടുത്ത് ഇന്റിമസി വരാൻ കാര്യം ഈ നാടകത്തിലൂടെയാണ്. അവരുടെ കടമ്പ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നാടകം. പിന്നെ ഒരു എടുത്തു പറയേണ്ട വേറൊരു കാര്യം എനിക്കുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ വേണിച്ചേട്ടൻ സോപാനത്തിലെ ഈ അവരുടെ കടമ്പയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഭഗവത് യുഗം എന്ന് പറയുന്ന ഒരു പ്രഹസനം അഭിനയിച്ചിരുന്നു. അതിൽ പ്രധാന വേഷം ഒരു സന്യാസി ഗുരുവിൻ്റെ വേഷമായിരുന്നു വേണിച്ചേട്ടൻ ചെയ്തത്. ആ വേഷം അദ്ദേഹത്തിന് ശേഷം ചെയ്യുന്നത് ഞാനാണ്. ഇപ്പോഴും ആ വേഷം, ആ ഗുരുവിൻ്റെ വേഷം ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും അദ്ദേഹം റിഹേഴ്സൽ സ്ഥലത്തൊക്കെ വന്ന് ഞാൻ പെർഫോം ചെയ്യുന്ന അദ്ദേഹം കണ്ട് വളരെ കൗതുകത്തോടെ നോക്കുകയും പല നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേണ്ടുള്ള സഹായം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്ത് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമയാണ് ഞാൻ ബന്ധമില്ലാന്ന് പറഞ്ഞത്. ഇപ്പോൾ അടുത്ത കാലത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ വായിച്ചറിയാമായിരിക്കും. ഈ ഒരു 4 മാസത്തിന് മുമ്പ് 4-5 മാസത്തിന് മുമ്പ് അദ്ദേഹം തയ്യാ എന്ന് പറയുന്ന ഒരു സയൻസ് ഫിലിം ചെയ്തിരുന്നു. ഇപ്പോൾ ഗുരുവായൂർ ആയിരുന്നു അതിൻ്റെ ലൊക്കേഷൻ. 25 ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒറ്റ ഷെഡ്യൂളിൽ തീർത്തതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രധാന വേഷം ചെയ്യുന്നത്. ഒരു വിടാവ് വായിക്കുന്ന നമ്പൂതിരിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗുരുവായൂർ ഒരു കോടനാട് മനയിലായിരുന്നു ലൊക്കേഷൻ. അത് സിനിമാക്കാർക്കൊക്കെ അറിയുന്ന ഒരു മനയാണ് ഈ കോടനാട് മന. അപ്പോൾ അവിടെ വെച്ചായിരുന്നു ലൊക്കേഷൻ. അപ്പോൾ അവിടെ വേണ്ടിയിട്ടുണ്ട് 7 ദിവസം തുടർച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ആണ് അവസാനമായിട്ട് ഒരുമിച്ച് ആ 7 ദിവസം ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് സീനിൽ അഭിനയിക്കുകയും ചെയ്തു വേണിച്ചേട്ടനോടൊപ്പം. പിന്നെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ വളരെ രസകരമായ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന ഇതാണ്. ഉള്ളിലെന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ അപ്പോഴും ഉണ്ടായിരുന്നു. ആ ലൊക്കേഷനിൽ തന്നെ പുള്ളിക്ക് സ്റ്റെപ്പൊക്കെ കയറാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇതൊന്നും പറയില്ല, അതൊന്നും കാണിക്കില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. എപ്പോഴും ആ ലൊക്കേഷനിൽ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാം തമാശയൊക്കെ പറഞ്ഞ് ചിരിപ്പിച്ച് എല്ലാവരുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന രീതിയായിരുന്നു. ഉള്ളിലുള്ള ഈ പറയുന്ന ശാരീരിക അസ്വസ്ഥതകളൊന്നും അദ്ദേഹം കാണിക്കില്ല. നമുക്കറിയാം പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് കേട്ടു. പ്രത്യേകിച്ച് ബൈപ്പാസൊക്കെ കഴിഞ്ഞതോടുകൂടി പുള്ളി ഇത്തിരി വീക്കാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അതൊന്നും കാണിക്കാതെ വളരെ എനർജറ്റിക് ആയിട്ട് മറ്റുള്ളവർ ഇടപഴകുകയും മറ്റുള്ളവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു മനുഷ്യത്വത്തിൻ്റെ
ഉടമ കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തെ അവസാനമായിട്ട് കാണുന്നത് ഈ ലൊക്കേഷൻ 4 മാസം മുമ്പ് ഈ ഒരുമിച്ച് അഭിനയിച്ചു. അതാണ് എന്നെ സംബന്ധിച്ച് വേണുചേട്ടനുമായിട്ട് അഭിനയിക്കുന്ന ആദ്യത്തേതും അവസാനത്തേതുമായ സിനിമ എന്ന് പറയുന്നതാണ്. പിന്നെ അതിൻ്റെ എനിക്കൊരു കടപ്പാടുള്ളതൊന്നുമല്ല. ആ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ ഇടയായിട്ട് വേണ്ടിയിട്ടാണ്. കാര്യം ഈ ഇതിൻ്റെ ഡയറക്ടർ ഡോക്ടർ പ്രതാപ് ആണ് അത് ഡയറക്ട് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ അറിയില്ല, എന്നെ കണ്ടിട്ടുമില്ല, പരിചയമില്ല. അപ്പോൾ വേണുചേട്ടനാണ് പറഞ്ഞത് ഈ ഇങ്ങനൊരു സിനിമ, പ്രത്യേകിച്ച് ഞങ്ങൾ സംസ്കൃത നാടകങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ, ഞങ്ങൾ സംസ്കൃതം മലയാളം നാടകങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ഗിരീഷ് എന്ന് പറയുന്നൊരു അവിടുത്തെ സീനിയർ ആക്ടറുണ്ട്, പുള്ളിക്ക് എന്തെങ്കിലും വേഷം കൊടുക്കുക ചെയ്യും എന്ന് വേണുചേട്ടനാണ് ശരിക്കും എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുകയും ഇതിൽ കാസ്റ്റ് ചെയ്ത് വേണുചേട്ടൻ എന്ന് പറയാം. അദ്ദേഹം കണ്ടിട്ടുമില്ല, കാണാതെ ഡയറക്ടർ സാധാരണ കാസ്റ്റ് ചെയ്യില്ല. പക്ഷേ വേണുചേട്ടൻ പറഞ്ഞതിൻ്റെ ഉറപ്പിൻ്റെ പേരിലാണ് എന്നെ കാസ്റ്റ് ചെയ്യുകയും ആ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴാണ് പുള്ളി എന്നെ ആദ്യമായിട്ട് കാണുന്നത്, നേരിട്ട് കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ ഉറപ്പിൻ്റെ പേരിലാണ് എന്നെ അതിൽ കാസ്റ്റ് ചെയ്യുക, അതിൽ അഭിനയിക്കാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കടപ്പാട് ഈ പറഞ്ഞ അവസാന നിമിഷം എനിക്കും അങ്ങനെ ഉണ്ടായി ഒരു ഭാഗ്യം. ആദ്യത്തെ അവസാനമായ ഒരു സിനിമയിൽ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചു. അതിന് നേരത്തെ പറഞ്ഞത് നമ്മുടെ കുടുംബത്തിലെ കാരണവരാണ്, രക്ഷാധികാരിയാണ്, ആളിനാളായിരുന്നു. അതിന് പകരം വയ്ക്കാൻ ഇനിയാണ് അതിന് ഒരാളില്ലത്. വെറുതെ പറഞ്ഞ പകരം വയ്ക്കാൻ ആളുകൾ സാധാരണ പറയുന്ന പോലെയല്ല, അതൊരാളില്ല, സത്യം പറഞ്ഞാൽ ഇല്ല. ആ ഒരു പക്വതയുള്ള ഒരാളിന് നമുക്ക് ഇല്ല. പിന്നെ ഈ അടുത്ത കാലം വരെ ഇതിനൊരു അദ്ദേഹം പോകുന്നതിനൊരു 2 ആഴ്ചയ്ക്ക് മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അതിൻ്റെ കാരണം പറയുന്നത് എന്നാൽ മാത്രമല്ല സോമാന ഫാമിലിയായിട്ട് ഞങ്ങളെ ഈ സോമാനത്തെ ഫാമിലി എന്ന് പറയുന്നത് എക്സ്റ്റൻഡഡ് ഫാമിലി എന്ന് പറയും, അതിലുള്ള പലരെ വിളിക്കാറുണ്ട്. ഇനി ഭാവി പരിപാടി നമുക്ക് കോവിഡ് വന്നിരിക്കുകയില്ലേ, 1.5 വർഷമായിട്ട് ഞങ്ങളെല്ലാം വെറുതെ ഇരിക്കുകയാണല്ലോ ഇപ്പോഴും. അപ്പോൾ ആ ഒരവസ്ഥയിൽ എന്ത് ചെയ്യുന്നു, ഗിരീഷ് എന്താണ് ചെയ്യുന്നത്, എങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുന്നു, മാത്രമല്ല ഒരുപാട് ധൈര്യത്തെ കയറുന്നു. അങ്ങനെ ഒന്ന് വിചാരിക്കേണ്ടത് ഇതൊക്കെ നാളെ മാറും, ഈ കോവിഡ് നാളെ മാറും, കഴിഞ്ഞ് നമുക്ക് പ്ലാൻ ചെയ്യാം, പല പല പ്രൊഡക്ഷൻസ് നമുക്ക് ചെയ്യാം. എനിക്കും അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഭഗവതജീവൻ പറഞ്ഞ നാടകത്തിലെ അദ്ദേഹം വീണ്ടും അഭിനയിക്കാനായിട്ട് താല്പര്യം പറഞ്ഞു. എന്നോട് അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് അദ്ദേഹത്തിന് എന്നോട് നഷ്ടമായപ്പോൾ അതിൻ്റെ കോപ്പി എടുത്ത് കൊടുക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഫോട്ടോ കോപ്പി എടുത്ത് കൊടുക്കും. ഞാൻ വായിച്ചിരിക്കാം, അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ചെയ്യണമെന്നൊക്കെ ഈ അവസാന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഞാൻ അവിടെ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കൂടെ ഉണ്ട്. കാര്യം അദ്ദേഹത്തിന് ഒരു ആവശ്യമില്ല, എന്നെ വെറുതെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, കാര്യം അങ്ങനെ കാര്യം ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം വിളിച്ച് ചോദിക്കും എന്ത് ചെയ്യുന്നു, മനസ്സ് എപ്പോഴും വളരെ ധൈര്യമായിരിക്കണം, 1.5 വർഷമായിട്ട് വെറുതെ ഇരിക്കുന്നു എന്നുള്ള തോന്നൽ വേണ്ട എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ വെറുതെ ഇരിക്കുന്നില്ല, ഞാൻ തമാശയായിട്ട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ചുറ്റും കുറച്ച് അത്യാവശ്യം കുറച്ച് സ്ഥലമുണ്ട്, വാഴയും കപ്പയും പച്ചക്കറിയൊക്കെ ഉണ്ട്. ഞാൻ അതിനൊക്കെ പരിപാലിച്ച് അത്യാവശ്യം വേണ്ട വീട്ടിനാവശ്യമുള്ള പച്ചക്കറിയും വാഴ കൃഷിയായിട്ടൊക്കെ പോകുന്നു. അത് നല്ലത്. അപ്പം എന്തായാലും മനസ്സിലൊരു ഇത് കിട്ടും, എൻഗേജ്ഡാണല്ലോ എപ്പോഴും. ഞാൻ പറഞ്ഞ അങ്ങനെയാണ്. അപ്പോൾ അതിനൊന്നും എനിക്ക് പ്രശ്നമുള്ള ആളല്ല എന്ന് പറഞ്ഞ് ഈ അടുത്ത സമയത്ത് പിന്നെ അദ്ദേഹം അതിനുശേഷം അദ്ദേഹം ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന് മറ്റു പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അറിയാമായിരുന്നു, എന്തൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുള്ള. അതും അദ്ദേഹം അങ്ങനെ പുറമെ ആരും പറയില്ല, അങ്ങനെ പറഞ്ഞിരുന്നില്ല. എങ്കിലും ഞങ്ങൾക്ക് അറിയാമായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളത് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുഭവമാണ് അദ്ദേഹവുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സിനിമയാണെങ്കിൽ പോലും എനിക്ക് ആകർഷകമായിട്ട് പിന്നെ അവരുടെ കടമ്പിൽ അദ്ദേഹം അഭിനയിക്കുന്നത് കാണുമ്പോഴും തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ വളരെ അനായാസമായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നത് നമ്മൾ കണ്ടു നിന്നു പോകും. എനിക്കങ്ങനെ തോന്നുന്നു. അദ്ദേഹം അഭിനയിക്കുന്ന രീതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പാഠമാണ്. എങ്ങനെ ഒരു കഥാപാത്രത്തെ അനായാസമായി കൈകാര്യം ചെയ്യും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വേണ്ടത്. അദ്ദേഹം അഭിനയിക്കുന്നത് നമ്മളിങ്ങനെ ഞാനൊക്കെ വളരെ കൊതിയോടെ കണ്ടിരിക്കുമായിരുന്നു അദ്ദേഹം അഭിനയിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു കാര്യം ഓർമ്മ വരുന്നത്, ഈ അവനവൻ കടമ്പ എന്ന് പറയുന്ന നാടകത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്തത് അത് നാടകം കണ്ടിട്ടുള്ളവർക്കേ മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് അറിയാൻ വേണ്ടി പറയുന്നത്. അതിലൊരു അവനവൻ കടമ്പിൽ അദ്ദേഹം ചെയ്തത് പാട്ടുകാരനാണ്, പാട്ട് പരീക്ഷ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു വില്ലൻ കഥാപാത്രമുണ്ട്, പക്കി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പക്കിയുടെ മകളാണ് ചിത്തിരപ്പെണ്ണ്. ചിത്തിരപ്പെണ്ണിനെ വേറൊരു ദേശത്തുള്ളവരുടെ മകൻ എന്ന് പറഞ്ഞൊരു വടിവേലവൻ പ്രേമിച്ച് നടക്കുക, കുറേ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുക. അപ്പോൾ ഈ വില്ലൻ എഴുത്തേട്ടനെ അല്ലെങ്കിൽ ഈ പാട്ടുകാരനെ വിളിച്ചിട്ട് പറയണ വാ, തനിക്കൊരു ഉത്തരവാദിത്തം നൽകണം. അത് എന്താണോ പറയുന്നത്, എൻ്റെ മോള് ചിത്തിരപ്പെണ്ണിനെ അവനില്ലേ ദേശത്തുള്ളവരുടെ മോൻ, അവർ അഴകഴമ്പൻ, അവനിങ്ങനെ വല വീശി നടക്കുകയാണ്, അതുകൊണ്ട് അവനെ തട്ടണം. അപ്പോൾ ഇവിടെ വിളിച്ചിട്ട് ചോദിക്കാൻ തട്ടാനും കൊല്ലണം അല്ലാതെ പറയുന്നില്ല. അവനെ തല്ല, അവൻ എൻ്റെ പെണ്ണിൻ്റെ മോളുടെ പുറകെ നടക്കുകയാണ്, അവന് വെറുതെ പിന്നെ നീ അവനെ തട്ടണം എന്ന് പറയും. അപ്പോൾ ഇപ്പോഴും ഓർമ്മ വരുന്നത് വേണ്ടിയിട്ട് അല്ല നാടകത്തിലെ കഥാപാത്രമാണ്, എന്നാലും വേണ്ടിയിട്ട് പറയുന്ന രീതിയാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്.
അപ്പോൾ വേണുചേട്ടൻ ഈ പാട്ടുകാരൻ മറുപടി പറയാണ്, എൻ്റെ പൊന്നു പറ്റി, എനിക്ക് പാട്ടേ വശമുള്ളൂ. പാട്ടുകാരനാണല്ലോ, അതാ പറയുന്നത്, എനിക്ക് പാട്ടേ വശമുള്ളൂ, പാടിയാൽ ചാവുമെങ്കിൽ കൊന്നു തരുന്ന കാര്യം ഞാൻ കാരണം അദ്ദേഹം മറുപടി പറയുന്നത് പാട്ടേ വശമുള്ളൂ, പക്ഷെ പാടിയാൽ ചാവുമെങ്കിൽ ഞാൻ കൊന്നു തരാം, അത് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിപ്പോഴും നമ്മളെല്ലാവരും പ്രേക്ഷകരുടെ മനസ്സിലുള്ളത് എനിക്ക് വളരെ അട്രാക്റ്റാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴും ഓർമ്മ വരുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഡയലോഗും അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖഭാവവും അതൊക്കെ കാണുമ്പോൾ. പിന്നെ ഞാൻ നിർത്തുകയാണ്, അധികം നീട്ടുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞത് ഞാൻ ഒരു ഈ കടമ്പയിലെ തന്നെ വേണുചേട്ടൻ്റെ അനുസരണം ആയതുകൊണ്ടാണ് അതിൻ്റെ വേണുചേട്ടൻ ഈ ചിത്രപ്പെണ്ണിൻ്റെ പുറകെ വേണുചേട്ടനാണ് ശരിക്കുള്ള കാമുകൻ അതിലെ ഈ ചിത്രപ്പെണ്ണിൻ്റെ. അപ്പോൾ അതിലെ ചിത്രപ്പെണ്ണിൻ്റെ പുറകെ പ്രേമത്തോടെ പാടുന്ന ഒന്ന് രണ്ട് വരികളുണ്ട്. അതിൻ്റെ ഒരു തുടക്കം മാത്രം ഞാനൊന്ന് പാടി അവസാനിപ്പിക്കാം. വേണുചേട്ടനാണത് പാടി അഭിനയിക്കുന്നത്. അത് ഞാനൊന്ന് ഞാൻ തൽക്കാലം ഒന്ന് പാടുന്നു എന്നുള്ളത്. തന്താനമ്മടി തന്താനമ്മടി തന്താന കുയിലേ, തന്താനമ്മടി പാട്ടും പാടി വന്നേ നീ വഴിയേ. തന്താനമ്മടി തന്താനമ്മടി തന്താന കുയിലേ, തന്താനമ്മടി പാട്ടും പാടി വന്നേ നീ വഴിയേ. പണ്ടേ നിന്നെ ഞാൻ കുഞ്ഞുനാളിൽ കണ്ടേൻ പെൺകിളിയേ, കണ്ടേൻ കൊഞ്ചിക്കുണങ്ങും നിന്നുടെ ചൊവ്വും ചേരുമെല്ലാം. പണ്ടേ നിന്നെ ഞാൻ കുഞ്ഞുനാളിൽ കണ്ടേൻ പെൺകിളിയേ, കണ്ടേൻ കൊഞ്ചിക്കുണങ്ങും നിന്നുടെ ചൊവ്വും ചേരുമെല്ലാം. ദിനത്തിൻ 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 പക്കിമകൾ ചിത്തിര പെണ്ണേ, 10 രൂപയെത്തിയ പെണ്ണേ, പക്കിമകൾ ചിത്തിര പെണ്ണേ, 10 രൂപയെത്തിയ പെണ്ണേ. വാ പെണ്ണേ കത്ത് തെളിഞ്ഞിരുന്നോടടി പെണ്ണേ, പാടാതെ പുണ്യമുള്ളൊരു അമ്പത്തി പെണ്ണേ. ദിനത്തിൻ 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 ദിനത്തിൻ. ഇവിടെ ഇങ്ങനൊരു അവസരത്തിൽ വരാൻ സാധിച്ചതിന് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഇങ്ങനൊരു ഇത് പറയാൻ നിങ്ങളോട് ഒന്ന് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ ഒരു സന്തോഷമുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കും ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, അതുല്യ കലാകാരനും നമ്മുടെ ദേശത്ത് തുറഞ്ഞ ആടിയ ആ മഹാമനുഷ്യനെ ഈ ദേശത്തിൻ്റെ കലാകാരൻ വളരെ ഭംഗിയായി അവതരിപ്പിച്ചതിൽ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് ഒക്കാസ മലയാളി യൂണിറ്റിൻ്റെ ഒരു അഭിവാദ്യം അറിയുകയാണ്. അടുത്തതായി നമ്മുടെ ഒക്കാസ മലയാളി യൂണിറ്റിന് എല്ലാ സമയവും ഊർജവും സോഴ്സൊക്കെയായി മുൻനിരുന്ന നമ്മുടെ മേഖലാ പ്രസിഡന്റ് ശ്രീ വേണു കോഴിക്കോട് അവരുടെ ആശംസകൾക്ക് വേണ്ടി ഞാനിങ്ങനെ ഒരു ഹൃദയയിരുന്നപ്പോഴേ രവീന്ദ്രനാഥ ചതോപാധ്യായ പറഞ്ഞൊരു വാക്കാണ്, ഐ പോയറ്റ് വിത്ത് മൈ പെൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള, അതായത് എൻ്റെ രക്തത്തിൽ മുഖ്യമായിട്ടാണ് ഞാൻ പഠിച്ചത്. അതുപോലെയാണ് നമ്മുടെ വയനാട് കൃഷ്ണമായിട്ട്. കാരണം ഞാൻ കുടുംബക്കാരാണ്, അഭിമാനിക്കാരാണ്, ഇവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റിയിട്ടാണ് എനിക്ക് എസ്കേപ്പ് ചെയ്യുന്നത്. ഈയിടെ അന്തരിച്ച PM അദ്ദേഹം പാടുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇത് സമയത്തോടെ എനിക്ക് ഏറ്റവും സന്തോഷമായി. കാരണം ഇവരിങ്ങനെ അതിന് പരിപാടി അവതരിപ്പിച്ച് യോജിച്ച് എല്ലാ പരിപാടികളും. അതുപോലെ തന്നെ നമ്മുടെ വയനാടിൻ്റെ പ്രകീർത്തിച്ചുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം കവിത പാടി ഇടവുകളായിരുന്നു. പുരോഗമന കലാസാഹിത്യത്തിൻ്റെ അംഗമാണ് അദ്ദേഹം. ആ ജില്ലാഭാരം ഒക്കെയാണ്. കാരണം ഉണ്ടായിരുന്നു അവിടെ സാഹിത്യത്തിൻ്റെ
ഉണ്ടായെങ്കിൽ അവിടെ വലിയ പതിപ്പുണ്ടായിരുന്നു. ഏതായാലും വയനാടിനെ കൂടുതൽ പറയട്ടാതെ കൈകാര്യം അതിൽ കാരണം ആ മനോഹരമായിട്ട് കവിത അവതരിപ്പിച്ചു. പിന്നെ നമ്മളെ നടൻ പാട്ട് പാടി അദ്ദേഹത്തിൻ്റെ വേണുഗോപാൽ പിന്നെ തെലുഗുദേശിലുള്ള കൂടുതലായിട്ടുള്ള ആ വ്യക്തിബന്ധങ്ങളെ പറ്റി പറഞ്ഞു. എനിക്ക് വയനാടിനുള്ള ബന്ധം നല്ല ചെറിയ പാട്ടൊക്കെ പാടുന്ന ആളാണ്. അപ്പോൾ രതീഷ് പറഞ്ഞതെന്താ വെച്ചാൽ അദ്ദേഹം കവിത സിനിമാ ഗാനത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ നല്ല കവികളായ നല്ല കവിയായിട്ടുള്ളവരാണ് നമുക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ഇതുമായിട്ട് ഞാൻ മലയാളത്തെ വിളിച്ചത് ഇന്ത്യയാണ്. എങ്കിലും പറയട്ടെ, ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള കവിതകൾ കാവ്യഭംഗിയുള്ള സിനിമാകളിൽ സന്യാസി പോലെ. അതുപോലെ തന്നെ ഇതൊന്നും ഞാൻ ഓർക്കുന്നില്ല. അതുപോലെ തന്നെ ഞാനിങ്ങനെ ഓർക്കണം, ഞാൻ ചെറുപ്പമായിരുന്നു. കാരണം ഞങ്ങളെ കോഴിക്കോട്ടൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ വീടുകളിലാണ് കല്യാണം. അപ്പം എന്നെ പോലുള്ള ആൾക്കാരാണ് പാട്ട് പറയുക. കാരണം അവിടെ അയക്കുക, അവിടെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. നേരെ കൊടുക്കുന്നവരെ അവിടെ സദ്യ ഉണ്ടാക്കുന്നവരെ ഞങ്ങൾ പാടിയിട്ട് ഇവരെ ഉറങ്ങാതിരിക്കും. ഇപ്പം നമ്മൾ ഈശ്വരൻ ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല ഇതുള്ള പാട്ട്. അതുപോലെ തന്നെ ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും, ഇതൊക്കെ കവിത തന്നെ. മനുഷ്യൻ്റെ മനസ്സിനെ ആരാധിക്കുക മാത്രമല്ല, നമ്മളിപ്പോൾ ആ സന്യാസികളുള്ള പാട്ടിനകത്ത് അവസാനം തന്നെ രാത്രി ജനോത്സവത്തോട് ആ പാട്ട് നശിപ്പിച്ചില്ല. പകലിനോടെന്ന പോലെ സത്യത്തിൽ എൻ്റെ ഞാനൊക്കെ ഭാര്യയോടെ എഴുതിയിട്ടുണ്ടാലും പറയട്ടെ, എൻ്റെ ആ ചെറുപ്പകാലത്തിൽ ഈ പാട്ട് ഒരു താരകരൂപിയാണ്, വേറെയാണ് എഴുതിയതാണ് ഒരുപാട്. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ കൊണ്ടാടിയ പാട്ടുകളാണ്. ഒരുപാട് കാര്യം പറയാനുണ്ട് മലയാളം. അതുകൊണ്ട് ദേവി അവരെ ചിത്രശീല പാടികൾ കൊണ്ടു. ഇതൊക്കെ എന്താണ് ആ കുട്ടിക്കാലത്ത് അദ്ദേഹം പഠിച്ചത്. നമുക്ക് എൻ്റെ വീട്ടിലുണ്ട്. കാരണം ബിസിനസ് ആയിരിക്കും, പക്ഷേ എൻ്റെ കൂടുതൽ മലയാളം എൻ്റെ കാര്യങ്ങളായതുകൊണ്ട് അത് കൂടുതൽ സാഹിത്യപരമായിട്ട് പറയാൻ അറിയില്ല. അപ്പോൾ എനിക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ഒരു വേദി വരാൻ പറ്റിയ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അതുപോലെ തന്നെ നെടുമുടി വേട് പാടി ഉപയോഗിച്ചൊരു സിനിമയാണ്. അല്ല, ഒരു ഭൂമി പൊട്ടും അങ്ങനത്തെ ഒരു സിനിമ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ രാമഭാഷാണ് സംഗീതം പോയില്ല. നീലമല പൂയിലേ നീ കൂടെ പോരുന്നോ, നീ ചിരിയാൻ ഞാനുണർത്തോ, ഇന്നഴകാൻ ഞാൻ വരും. നീലമല പൂയിലേ അവിടെ കൂടുതൽ ആ പാട്ടൊന്നും നശിപ്പിക്കുകയാണ്. വേദായിട്ട് അവരെ അനുസ്മരിപ്പിക്കാൻ നല്ലൊരു വേദി, അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആൾക്കാരെ വിളിച്ച പുരോഗമന മലയാളത്തിൻ്റെ ഭാരവാഹികളായിട്ടുള്ള രവി, അതുപോലെ തന്നെ സംസ്ഥാനം ഇവരെയൊക്കെ ഞാൻ ഇവരെ എല്ലാവരെയും ഞാൻ പേരൻസ് നമ്മുടെ നാരികർ അതുപോലെ തന്നെ ഇവരെയൊക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഇതേപോലെയുള്ള പരിപാടികളൊക്കെ അവതരിപ്പിക്കണം. കാരണം നമ്മുടെ കവികളൊക്കെ ഓർമ്മിപ്പിക്കേണ്ട പുരോഗമന സാഹിത്യപരമായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ കടന്നു പ്രിയമുള്ളവരെ, വേദിയിൽ നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ വാസ്താവുണ്ട്. അതുപോലെ തന്നെ വനിതാ സാഹിതിയുടെ ജില്ലാ പ്രസിഡന്റ് ജലജ സാറുണ്ട്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ തന്നെ കലാകാരൻ ഡ്രമാറ്റിസ്റ്റ് നാടക സംവിധാനമൊക്കെ സജിത് സാറ് വേദിയിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുൻഷി രാജേന്ദ്രൻ സാർ ഇതിലുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ ഈ മലയങ്കിഴി യൂണിറ്റിൻ്റെ ഒരു അഭിവാദനം അറിയിക്കുകയാണ്.
നമ്മുടെ ഈ പ്രോഗ്രാം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഒരു സാമാന്യ നടപടിക്രമം എന്നുള്ള നിലയിൽ ഇവിടെ പ്രിയപ്പെട്ട തുഷാറിനെ നന്ദി അറിയിക്കുന്നത് നീങ്ങി. സമയം വല്ലാതെ അതിക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ വർത്തമാനത്തിലേക്ക് പോകുന്നില്ല. എന്തായാലും ഈ അനുസ്മരണ യോഗം എന്ന് പറയുന്നത് അമേരിക്കയിലെ സാഹിത്യകാരന്മാരെ സംബന്ധിച്ച് ഒരു പുത്തൻ ഉണർവ് നൽകുന്ന ഒന്ന് തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞാനും പ്രത്യാശിക്കുന്നത്. നാളെ ഒരു നല്ല ദിവസമാണ്. കഴിഞ്ഞ 18 മാസങ്ങൾക്ക് ശേഷം പുതിയ സാഹിത്യ രംഗത്തേക്ക് പുതിയ രംഗത്തേക്ക് കടന്നു വരേണ്ട ഇന്നത്തെ ബാല്യങ്ങൾ 18 മാസത്തെ ഇടവേളകൾക്ക് ശേഷം കലാലയങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസം കൂടിയാണ്. ഒരു മനസ്സിന് വല്ലാതെ സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണ്. മനുഷ്യ ജീവിതത്തിൽ ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ നാളുകൾ. അതിൽ നിന്നെല്ലാം ഒരു മോചനത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മുടെ ബാല്യങ്ങൾ കടന്നു വരുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷമായി തന്നെ ഈ വേദിയിൽ ഞാൻ കാണുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം അംഗീകരിക്കപ്പെടുത്തേണ്ടത് ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ച എൻ്റെ പ്രിയ സുഹൃത്തും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഹൃത്തുക്കളായ സെൻസറാണ്. സെൻസർ എൻ്റെ പേരിൽ ഈ അനുസ്മരണ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അടുത്ത നന്ദി രേഖപ്പെടുത്തേണ്ടത് അനുസ്മരണ പ്രഭാഷണമാണ്. ഒരു വലിയ അനുഭവമാക്കി തീർത്ത ഈ വേദിയെ ധന്യമാക്കിയ എൻ്റെ പേരാണ് ശ്രീ വിനോദ് വിലയാനും അതുപോലെ കെ സോപാനവും. ഇവരെ രണ്ടുപേരെയും എൻ്റെ പേരിലും ഈ അനുസ്മരണ യോഗത്തിൻ്റെ പേരിലും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇതിന് സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട രവീസ മണിയങ്കീർ പ്രദേശത്താകെ ഒരു പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തനത്തിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതിനേക്കാളുപരി ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്. മണിയങ്കീർ ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിക്കുന്ന, അതിനേക്കാൾ അറിവിൻ്റെ ഒരു ലോകം തീർക്കാൻ ഈ നാടിനെ കൈപിടിച്ചുയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം തന്നെയാണ് വാസുദേവൻ നായർ സാർ. അദ്ദേഹത്തിനും പൂക്കാശയുടെ പേരുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ വനിതാ സാഹിത്യയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ശ്രീമതി ജലജ ഈ വേദിയിൽ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീമതി ജലജയ്ക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മോട് സംസാരിച്ച വേണുഗോപാൽ